തൈര് മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, പാൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ടീനേജേഴ്സാണ്, ഒരുപാട് പിമ്പിൾസും ബ്രേക്ക് ഔട്ട്സും വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സെൻസിറ്റീവ് ഐറ്റംസ് ഒന്നും തന്നെ ഫേസിൽ തൊടാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് കരുതി ഇത് ടീനേജേഴ്സിന് മാത്രമല്ല ഏതൊരു പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം. തൈര്, പാല് തുടങ്ങിയവ ഒന്നും യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കും അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫേസ് മാജിക് പോലെ റിസൾട്ട് തരുന്നതും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഇട്ട് ആദ്യ ദിവസം തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റുന്നതുമായിട്ടുള്ള വെറും ഒറ്റ ദിവസം കൊണ്ട് മാറ്റം തരുന്ന ഒരു ഫേസ് പാക്കാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് മാത്രമല്ല, ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു മാസമോ ചെയ്യാനല്ല, ലൈഫ് ലോങ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം വീഡിയോ മുഴുവനും കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പോർസിനകത്തൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീപ്പ് ക്ലെൻസ് ചെയ്യാൻ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യം നോർമലി നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. മേക്കപ്പ് റിമൂവ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് കംപ്ലീറ്റ്ലി അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ആ ഒരു അരച്ചെടുത്ത പ്യൂരിയാണിത്. ഇത് നമ്മുടെ ടൊമാറ്റോയുടെ പ്യൂരിയാണ്. ജ്യൂസായിട്ട് അരച്ചെടുക്കണ്ട, നമുക്ക് സാധാരണ ആ പ്യൂരി മുഴുവനായിട്ട് തന്നെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഗുണങ്ങളുള്ളതാണ്. സോ ഇങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ജ്യൂസായിട്ട് മാത്രം എടുക്കാനാണ് താല്പര്യം, ഈ തരിതരിയായിരിക്കുന്നത് ഒട്ടും പറ്റത്തില്ല, മെസ്സി ആവുന്നത് ഒട്ടും താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജ്യൂസ് മാത്രമായിട്ടും എടുക്കാം. ബട്ട് സ്റ്റിൽ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. നമുക്ക് അരിക്കൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി പ്യൂരി. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്യൂരി മിക്സ് ആവാനായിട്ട് നമുക്ക് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടണം, അത്രയേ ഉള്ളൂ. അതിനാവശ്യമായിട്ട് 1-1.5 സ്പൂണോ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഇനി എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഇതോടൊപ്പം ഒരു സ്പൂൺ മാത്രം നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കുക. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് മാത്രം മതി. ഈ ഒരു പാക്ക് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈയിങ് ആക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാവേ. അടുത്തതായിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി ഏതെങ്കിലും കട്ടയായിട്ട്, നമ്മൾ അരച്ചാണല്ലോ എടുത്തത്, സോ ഏതെങ്കിലും കട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് മാറ്റി വയ്ക്കുക. എനിക്ക് ഒരു കട്ട ഉണ്ടായിരുന്നു ടൊമാറ്റോ അരച്ചപ്പോൾ, അത് ഞാനിതുപോലെ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളത് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ ചെയ്യാം. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഒക്കെ സൺ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇത് ദ ബെസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നതാണ്. ഈ ഒരു കളറിലാണ് നമ്മുടെ പാക്ക് ഉണ്ടാവുക. ഞാനത് കളർ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയതാണ്. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സിമ്പിളാണ്. ജസ്റ്റ് തക്കാളിയുടെ നീരും അതുപോലെ തക്കാളി ക്രഷ് ചെയ്ത് അതിൻ്റെ പ്യൂരി എടുത്തിട്ട് ഒപ്പം നമ്മൾ റൈസ് ഫ്ലോർ അരിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹണി കൂടെ, തേൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെടുത്തിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയൊരു നനവ് നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒപ്പം നല്ല തിന്നായിട്ടുള്ള ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, അത് പെട്ടെന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഇതൊരു 10 മിനിറ്റ് എങ്കിലും നമുക്ക് സ്കിന്നിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ആ നനവോട് കൂടി ഇരിക്കണം, എന്നാലാണ് ഇത് നന്നായിട്ട് സ്കിന്നിലോട്ട് പിടിക്കുകയുള്ളൂ, ഇറങ്ങുള്ളൂ. സോ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടല്ലോ റോസ് വാട്ടർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പച്ചവെള്ളം ആയാലും മതി കേട്ടോ, റോസ് വാട്ടർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പച്ചവെള്ളമെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുഖത്തോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നനവ് എന്തായാലും ഉണ്ടാവും. പിന്നെ പാക്ക് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. അല്ല ഡ്രൈ സ്കിന്നിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും പാക്കൊപ്പം.
അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരം വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. ഒരു 10-15 മിനിറ്റ് മിനിമം വച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് 1 ഡേയിൽ തന്നെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ രീതിക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് പാക്ക് ഒന്നും യൂസ് ചെയ്യാത്തവരാണ്, ഫോർ ദ വെരി ഫസ്റ്റ് ടൈം നിങ്ങളൊരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാക്ക് വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ. അതല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാക്ക് യൂസ് ചെയ്യുന്നവരാണ്, സ്ക്രബൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് അറിയായിരിക്കുമല്ലോ, അതൊക്കെ തന്നെ ഫോളോ ചെയ്യണം. ബ്ലൈൻഡ്ലി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ഞാനിപ്പം ഇത് ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നനവൊക്കെ ഉണ്ട്. തക്കാളിയുടെ നീരിലൊക്കെ അറിയാമല്ലോ, നല്ല രീതിയിൽ ജ്യൂസി ആയിരിക്കും. സോ നമുക്ക് ആ ഒരു ജ്യൂസിനെസ് ഒക്കെ ഫേസിൽ തന്നെ ഉണ്ട്. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷേ കഴുത്ത് കയറിയ ഡ്രസ്സ് ആയതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ ഞാനിവിടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ പോലും 10 മിനിറ്റ് കൂടുതൽ എന്തായാലും വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ പാക്കൊക്കെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വീണ്ടും വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു പാക്കിൻ്റെ മുഴുവൻ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിൽ എടുക്കാനായിട്ട്. പ്രോപ്പർ വേയിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്ത് നോക്കുക. ഈ ഒരു പാക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒറ്റ ദിവസം, ആ ഒരു ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. സോ ഞാൻ ഇനി ഇതൊരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം. സ്കിന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒന്ന് തുടയ്ക്കുക. ഡ്രൈ ആകുന്ന രീതിയിൽ മരം പോലത്തെ ടവലൊന്നും വെച്ച് തുടയ്ക്കരുത്. ജസ്റ്റ് ഒരു സോഫ്റ്റായിട്ടുള്ള നമുക്ക് ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടവൽ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ടവൽ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം നെറ്റിയിലൊക്കെ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാൻഡ് വേണമെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം തുടച്ച് കളഞ്ഞാൽ മതി. രാത്രിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാര്യം ഇതുപോലെ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് റഷിന് ശേഷം ഞാനിവിടെ സെറാമൈറ്റ്സും ഹൈലറോണിക് ആസിഡും ഉള്ള ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാര്യം ഇതിൽ നമ്മൾ പാൽ, തൈര് തുടങ്ങിയ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. മേ ബി സ്കിന്നിനെ ഡ്രൈ ആക്കും. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ഏതൊരു മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. സ്കിന്ന് കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തേ പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടും ഫീൽ ആകുന്നുണ്ട്. ഞാനൊരു കാര്യം മറന്നുപോയി. ഇത് നമ്മുടെ DIY ടോണറാണ്. ജസ്റ്റ് മോയ്സ്ചറൈസറിന് മുന്നേ അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. ജസ്റ്റ് ടോണറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടൊമാറ്റോ ടോണർ വന്നിട്ട് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ടാൻ റിമൂവ് ചെയ്യാനും പോർസ് ടൈറ്റൻ ചെയ്യാനും ബെസ്റ്റാണ്. വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.